അത് കഴിഞ്ഞ് സംസ്ഥാനത്തേക്ക് പോകുന്നു. സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ എന്താണ്, അവിടെ വീണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, ഡിവിഷണൽ റെയിൽവേ മാനേജർ ഉൾപ്പെടെയുള്ള ഇവർക്കൊക്കെ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു ഘടനയെക്കുറിച്ച് എന്തറിയാനാണ്? ഒരു പാസ്പോർട്ട് കൊടുക്കണേൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്, സംസ്ഥാന പോലീസും അല്ലേ റഹീം സാഹിബെ അന്വേഷിക്കുന്നത്? ഞാൻ എത്ര പേർക്ക് ശുപാർശ എഴുതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് സംശയമുണ്ട്, നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് ചോദിക്കില്ലേ? അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് കത്ത് കൊണ്ടുവരാൻ പറയില്ലേ? പഞ്ചായത്ത് പ്രസിഡന്റ് എന്ത് ചെയ്യും? വാർഡ് മെമ്പറോട് പറയും, ഇയാൾ നിങ്ങളുടെ നാട്ടിലുള്ളതാണോ? ഇതല്ലേ ഒരു രാജ്യത്തിൻ്റെ പ്രക്രിയ? ഇതല്ലേ നമ്മുടെ ഭരണഘടന അംഗീകരിച്ചത്? ഇനി സങ്കല്പിക്കുക, ഈ 14 ലക്ഷം ഹിന്ദുസിനും പൗരത്വം കിട്ടി, 5 ലക്ഷം മുസ്ലിങ്ങൾ എന്ത് ചെയ്യും? അവിടെയാണ് ഈ തടങ്കൽ പാളയം വരുന്നത്. ഒരു സംസ്ഥാനത്ത് മാത്രം പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കിയപ്പോൾ 5 ലക്ഷം പേരെ നിങ്ങൾ തടങ്കൽ പാളയത്തിലേക്ക് മാറ്റുകയാണ്. പെട്ടെന്ന് നിങ്ങൾ ചില ആൾക്കാർ വിചാരിക്കും, ആരൊക്കെ ബംഗ്ലാദേശിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ, നമുക്കെന്താ കാര്യം? അങ്ങനെ ചിന്തിച്ചോ? നിങ്ങൾ ചിന്തിച്ചോ? ചിന്തിക്കരുത്. എന്താ കാരണം എന്നറിയോ? ഈ പൗരത്വ രജിസ്റ്റർ പരിശോധിക്കുക. ഈ ഡൽഹിയിൽ നിന്ന് വന്ന ഗോസായിമാര്, അവർക്കിഷ്ടമില്ലാത്ത ആൾക്കാർ ആ രേഖ ശരിയല്ല എന്ന് പറഞ്ഞ്, എന്തിനേറെ ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന, രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ കുടുംബക്കാർ പോലും പുറത്തായി. 2 യുദ്ധങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി പോരാടിയ ധീര ജവാന്മാരുടെ കുടുംബാംഗങ്ങൾ പുറത്തായി. ഇവിടെ വെള്ളപ്പൊക്കം വന്നു, നമ്മുടെ വീട് കത്തിപ്പോയി. ഇവിടെ റേഷൻ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എത്ര കഷ്ടപ്പെടുന്നുണ്ട് ഇല്ലേ റഹീം സാഹിബ്? ചില പാവപ്പെട്ട ആൾക്കാർക്ക് ഒന്നും സൂക്ഷിച്ചു വെക്കാൻ കഴിയില്ല. ഇവിടെ വലിയ പ്രളയം വന്നപ്പോൾ എല്ലാ രേഖ ഒഴിഞ്ഞു പോയില്ലേ? പക്ഷെ നമ്മുടെ ഭരണ സംവിധാനവും നമ്മുടെ രാഷ്ട്രീയ പ്രക്രിയയും സചേതനമായതുകൊണ്ട് പൊതുപ്രവർത്തകർ അവരെ കൈപിടിച്ചുയർത്തും ഇല്ലേ? നമുക്കറിയാവുന്ന ഒരാൾക്ക് റേഷൻ കാർഡ് കിട്ടിയില്ലെങ്കിൽ റഹീം സാഹിബ് ഓരേം പിടിച്ചുകൊണ്ട് നേരെ അവിടെ സപ്ലൈ ഓഫീസറുടെ അടുത്തേക്ക് പോവും. എടോ, ഇത് നമുക്കറിയാവുന്ന ആളാണ്, കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയല്ലേ നമ്മുടെ പ്രക്രിയ മുമ്പോട്ട് പോകുന്നത്? ഈ രീതിയിൽ നാളെ കേരളത്തിൽ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുമ്പോൾ കൊടുപള്ളിയിൽ എത്ര പേരിനകത്ത് ഔട്ടാവും? നിങ്ങളുടെ മൂത്താപ്പാടെ ജന്മ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക. ഞാൻ തന്നെ ജനിച്ച സർട്ടിഫിക്കറ്റ് എവിടെയാന്ന് എൻ്റെ പഞ്ചായത്ത് തന്നെ ഇല്ല. സത്യം പറയാം, സത്യമായിട്ട് ഞാൻ പറയണേ, ഇത് ഞാൻ നുണ പറയണമല്ല.